ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ തുടരെ ലഭിച്ച ഐശ്വര്യലക്ഷ്മി വളരെ പെട്ടെന്നാണ് സിനിമാ രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടത്. മായാനദി, വിജയ് സൂപ്പറും പൗർണമിയും, വരത്തൻ എന്നീ 3 സിനിമകൾ ഹിറ്റായതോടെ ഐശ്വര്യയെ തേടി വലിയ അവസരങ്ങളെത്തി. തമിഴകത്തേക്കും തെലുങ്കിലേക്കും ഐശ്വര്യ കടന്നു. ഇന്ന് തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് തന്റേതായ സ്ഥാനം ഐശ്വര്യലക്ഷ്മിക്കുണ്ട്. ഹലോ മമ്മിയാണ് ഐശ്വര്യയുടെ പുതിയ മലയാള സിനിമ. ഇപ്പോഴത്തെ തന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഐശ്വര്യലക്ഷ്മി. വിവാഹിതയാകാൻ തനിക്ക് താല്പര്യമില്ലെന്നും ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഇതെന്നും ഐശ്വര്യ പറയുന്നു. ധന്യ വർമ്മയുമായുള്ള അഭിമുഖത്തിലാണ് നടി മനസ്സ് തുറന്നത്. വീട്ടുകാരുടെ സമ്മർദ്ദം കാരണം ഒരു ഘട്ടത്തിൽ വിവാഹത്തെക്കുറിച്ച് താൻ ആലോചിച്ചിരുന്നെന്നും നടി തുറന്നു പറഞ്ഞു. എനിക്ക് വിവാഹം ചെയ്യേണ്ടെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിക്കുന്നില്ല. വെറുതെ പറഞ്ഞതല്ല, ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. 8ാമത്തെ വയസ്സിലും 10ാമത്തെ വയസ്സിലും 25ാമത്തെ വയസ്സിലും എന്നോട് ചോദിച്ചാൽ വിവാഹം എൻ്റെ സ്വപ്നമായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ താലി കെട്ടണം, തുളസിമാല വേണം എന്നൊക്കെയുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അമ്മ ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ്. എപ്പോഴും ഞങ്ങൾ ഗുരുവായൂരിൽ പോകുമായിരുന്നു. എപ്പോഴും അവിടെ പോകുന്നത് കൊണ്ട് കുട്ടിക്കാലത്ത് എനിക്ക് മടുപ്പ് തോന്നി. വിനോദങ്ങളില്ല. അവിടെ കണ്ട കല്യാണങ്ങളിൽ നിന്നാണ് എനിക്ക് ഈ സ്വപ്നങ്ങൾ വന്നത്. പിന്നീട് വളർന്നപ്പോൾ ചുറ്റുമുള്ള വിവാഹങ്ങൾ കണ്ടു. ആളുകൾ സന്തോഷത്തിലല്ല. എനിക്ക് 34 വയസ്സായി. ഈ വർഷത്തിനിടയിൽ എനിക്കറിയാവുന്ന സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബമേ ഉള്ളൂ. അവർ മലയാളികളല്ല. ബാക്കി എല്ലാവരിലും കോംപ്രമൈസുകളാണ് കണ്ടത്. പേഴ്സണൽ സ്പേസിൽ അവർ വളരുന്നില്ല. എനിക്ക് ബോധവും ബുദ്ധിയും വന്നപ്പോൾ ഇതല്ല എനിക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.